നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൻ നിങ്ങളെ മാത്രമല്ല എന്റെ ആങ്ങളയുടെ ഭാര്യയും മകളെയും കൂടി സംരക്ഷിക്കുന്നുണ്ട്. അവന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥരാ നിങ്ങള്. നിങ്ങൾ കാത്തിരിക്കുന്നത് മഹിയുടെ സ്വത്ത് കിട്ടാനാ. അവന്റെ വിഷമങ്ങൾ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാ? അവനോട് സ്നേഹം തോന്നിയാലല്ലേ അവന്റെ വിഷമങ്ങൾ അറിയാനാവൂ. അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ടല്ലോ. മഹിയോടുള്ള അമ്മയുടെ സ്നേഹത്തിന്റെ പാതിയെങ്കിലും ഞങ്ങളോട് കാണിച്ചിട്ടുണ്ടോ? അമ്മ എപ്പോഴും മഹേടിന്റെ കാര്യം മാത്രം ചിന്തിച്ച് നടന്നോ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഞങ്ങൾ അമ്മയുടെ സ്വന്തം മക്കളല്ലേ. മതി, നിർത്ത. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. മഹിയും നിങ്ങളെയും ഞാൻ രണ്ട് തട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിന്റെ കാരണം കൂടി അന്വേഷിക്കണം. മഹിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ, തൊട്ടുതരം. അതെന്താ പറയാ? മോള് നിന്നെ അമ്മയെ അംഗീകരിച്ചിട്ട് ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മഹി എല്ലാ കണ്ടീഷനും പിൻവലിച്ച് കല്യാണത്തിന് തയ്യാറായപ്പോ നീ അത് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. ബുദ്ധിമോശമെന്നേ ഞാൻ പറയൂ. എന്നോട് ആലോചിക്കാതെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിന്റെ കല്യാണം വീണ്ടും തൃശങ്കുയിലായില്ലേ? ആകട്ടെ, അതിന് അമ്മ എന്തിനാ ആശങ്കപ്പെടുന്നത്? എനിക്ക് ആശങ്കയല്ലിപ്പോ, അങ്കലാപ്പ. ഈ കല്യാണം നീണ്ടുപോയ ആർക്കാ നഷ്ടം? എനിക്ക് നിനക്കുമല്ലേ? അതറിയുന്ന നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? ഞാനൊരു പൊട്ടിയല്ല അമ്മ. ഞാൻ ഇങ്ങനൊരു തീരുമാനം മഹേട്ടനോട് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. എന്ത് കാരണം? എന്റെ മുമ്പിൽ ആദ്യം 2 ഹിമാലയൻ കണ്ടീഷൻസ് വെച്ച മഹിയേട്ടൻ പെട്ടെന്നത് പിൻവലിച്ചതെന്താ? എന്നോടുള്ള ഇഷ്ടോ സ്നേഹമോ കൊണ്ടൊന്നും അല്ല. ദേവേനി ആന്റിക്കും അവരുടെ മക്കൾക്കും വേണ്ടിട്ടാ. എന്നെ കല്യാണം കഴിച്ചാലല്ലേ മഹിയേട്ടന്റെ സ്വത്തുക്കൾ എഴുതി അവർക്ക് കൊടുക്കാൻ പറ്റൂ. അത് ശരിയല്ലല്ലോ. മഹിയേട്ടന് എന്നോട് താല്പര്യം ഉണ്ടാവണം. എന്നോട് താല്പര്യം തോന്നിട്ട് എന്നെ കല്യാണം കഴിച്ചാലേ എനിക്ക് മഹിയേട്ടനെ എന്റെ വരുതിയിൽ നിർത്താനാകൂ. അല്ലെങ്കിൽ ദാനം കിട്ടിയ താലിയുടെ പേരിൽ ഞാൻ മഹിയേട്ടനും ദേവി ആന്റി പറയുന്നതും അനുസരിക്കേണ്ടി വരും. മോളെ, അതിന് നീ മാളുവിന്റെ കാര്യം പറഞ്ഞ എന്തിനാ? അമ്പിനും വില്ലിനും എടുക്കാത്ത ആ കുട്ടിപ്പിശാചിനെ മെരുക്കെടുക്കാൻ നിന്നെ കൊണ്ടാവോ? ഞാൻ മാളുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടേ മഹിയേട്ടന്റെ മുമ്പിൽ നല്ലവളായില്ലേ. മഹിയേട്ടനെ ആകർഷിക്കാൻ ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ? കല്യാണം നടക്കാത്തത് കൊണ്ട് നിലവിലുള്ള സ്വത്തുക്കൾ കൈവിട്ടു പോവില്ലല്ലോ. അതൊക്കെ ശരി. ആ കുട്ടിപ്പിശാചിനെ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവൾ എന്നെ അമ്മയായിട്ട് അംഗീകരിക്കണം, ഇല്ലെങ്കിൽ ആ ജന്തുവിനെ ഞാനങ്ങ് തീർക്കും. നിന്റെ ബുദ്ധി ഭയങ്കരം തന്നെ മോളെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു. കൊള്ളാം. ഞാനേ മോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം എടുത്തോണ്ട് വരാം. അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? അതിന് ഈ വിവാഹം നടന്നിട്ട് വേണ്ടേ? എന്റെ മോളുടെ ദേഹത്ത് തൊടാൻ പോലും നിനക്കാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.